ചാലക്കുടി വ്യാജ ലഹരിമരുന്ന് കേസിൽ മുഖ്യ ആസൂത്രിക ലിവിയ ജോസ് റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കേസായിരുന്നു ഈ വ്യാജ ലഹരിമരുന്ന് കേസ്. ഇപ്പോൾ ഇന്ന് ഷീല സണ്ണി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ലിവിയെ യാതൊരു തരത്തിലുള്ള അപവാദങ്ങളും താൻ പറഞ്ഞിട്ടില്ല, സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ലിവിയ തന്നെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം പറഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇന്ന് ഷീല സണ്ണിയും നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്നലെ രാത്രി 11:30 കൂടിയിട്ടാണ് ലിവിയെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് കൊടുങ്ങല്ലൂരിലെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ലിവിയെ എത്തിച്ചു. ഇന്ന് പകൽ 4 മണിക്കൂർ നേരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായിട്ടുള്ള VK രാജുവിന്റെ നേതൃത്വത്തിൽ 4 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ലിവിയ ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയത്. താനും നാരായണദാസും ചേർന്നാണ് ഇത്തരത്തിൽ ഷീല സണ്ണിയുടെ വാഹനത്തിൽ ലഹരി മരുന്ന് വെച്ചത് എന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഇന്ന് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ലിവിയെ ഹാജരാക്കിയ സമയത്ത് 14 ദിവസത്തേക്ക് ഈ മാസം 27-ാം തീയതി വരെയാണ് ലിവിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഷീല സണ്ണിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും സംരക്ഷിക്കാൻ തരത്തിലാണോ ലിവിയ പെരുമാറുന്നു, അല്ലെങ്കിൽ ലിവിയ ഇത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഷീല സണ്ണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VK രാജുവുമായി സംസാരിച്ചിരുന്നു നമ്മൾ. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ഇത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിനകത്ത് വ്യക്തത വരുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിലവിൽ 2 പ്രതികൾ മാത്രമാണുള്ളത്, കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിനകത്ത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും നാരായണദാസിനെയും ലിവിയെയും കസ്റ്റഡിയിലെടുത്ത് ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധൂരി, ശരി, വ്യക്തമാണ് ശരത്.